മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശി രാകേഷിന് നാട് കണ്ണീർ യാത്രാമൊഴിയേകി. അപകടത്തിനു ശേഷം പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രാകേഷിന്റെ മരണം കുണ്ടന്നൂർ ഗ്രാമത്തിനു മാത്രമല്ല മുഴുവൻ മലയാളികൾക്കും നോവായി മാറി. അയ്യോ എൻ്റെ അമ്മ എൻ്റെ മോള്. വെടിക്കെട്ട് അപകടത്തിനു ശേഷം സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് രാകേഷിനെ കുറിച്ചായിരുന്നു. മാധ്യമങ്ങൾ പകർത്തിയ വെടിക്കെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തടിച്ച ശരീരപ്രകൃതം കൊണ്ട് നിഷ്കളങ്കമായ ചിരികൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് രാകേഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ മലയാളികളുടെ പ്രിയപ്പെട്ടവനായി രാകേഷ്. പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രാകേഷിന്റെ ജീവനു വേണ്ടി ഉറ്റവർക്കൊപ്പം കേരളം മൊത്തം പ്രാർത്ഥിച്ചു. എന്നാൽ എല്ലാവരെയും ദുരിതത്തിലാഴ്ത്തി ഇന്ന് രാവിലെ രാകേഷ് മരണത്തിന് കീഴടങ്ങി. കുണ്ടന്നൂർ ചീരാത്ത് രാജൻ രാജലക്ഷ്മി ദമ്പതികളുടെ മകനാണ് 30 വയസ്സുകാരൻ രാകേഷ്. വിവാഹിതയായ ഒരു സഹോദരിയുമുണ്ട്. വയോധികരും രോഗികളുമായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് കഴിയാവുന്ന എല്ലാ തൊഴിലിനും പോകുമായിരുന്നു രാകേഷ്. ഉത്സവപ്പറമ്പുകളിൽ തട്ടുകട നടത്തലായിരുന്നു പ്രധാന തൊഴിൽ. ഇടയ്ക്ക് വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണത്തിനും പോകും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാലയിൽ കുഴിമിനിയുടെ കുറ്റി നിർമ്മിക്കലായിരുന്നു ജോലി. ആദ്യ സ്ഫോടനം നടന്ന നിറപ്പുരയിൽ നിന്നും അല്പം ദൂരമുള്ള ഷെഡിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. തടി കൂടുതൽ ഉള്ളതിനാൽ സ്ഫോടനം നടന്നപ്പോൾ രാകേഷിന് പെട്ടെന്ന് എഴുന്നേറ്റോടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ശരീരം മുഴുവൻ പൊള്ളലേറ്റ രാകേഷ് കുറച്ചു ദൂരം നടന്നുവന്ന് പിന്നീട് വീഴുകയായിരുന്നു. മികച്ച പുലിക്കളി കലാകാരനുമായിരുന്നു രാകേഷ്. വിയ്യൂർ യുവജന സംഘം പുലിക്കളി ടീമിൽ അംഗമായിരുന്നു. അടുത്തിടെ UAE-യിൽ നടന്ന ഗൾഫ് മലയാളി പൂരത്തിലും കേരളത്തിലെ വിവിധ ആഘോഷങ്ങളിലും രാകേഷ് പുലിവേഷം കെട്ടിയിട്ടുണ്ട്. സ്ഫോടനം നടന്ന ദിവസം വൈകിട്ട് ആലുവയിൽ പുലിക്കളിക്ക് പോകാനിരുന്നതാണ്. 3 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തുമെന്ന് പറഞ്ഞ രാകേഷ് അമ്മയോട് ചുംബനം ചോദിച്ചു വാങ്ങിയാണ് പോയത്. അത് അന്ത്യചുംബനമായിരുന്നുവെന്ന് ആ മാതാവ് കരുതിയിരുന്നില്ല. വീട്ടിൽ നടത്തിയ ദർശനത്തിൽ AC മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളടക്കം നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മെഡിക്കൽ കോളേജിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു.